ധാർമ്മികതയ്ക്ക് വേണ്ടിയാണ് തന്റെ രാജി എന്നതാണ് പറഞ്ഞത്. ഇപ്പോൾ നമുക്കൊപ്പം ട്രാൻസ് യുവതി അവന്തിക ചേരുകയാണ്. അവന്തിക പറഞ്ഞ തുറന്നു പറച്ചിലിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അവന്തികയോട് ചോദിക്കാം. അവന്തികയുടെ ആ ഫോൺ സംഭാഷണം ഞങ്ങൾ കേട്ടതാണ്, ഡാൻ കുര്യനുമായി സംസാരിച്ചത് ഞങ്ങൾ കേട്ടതാണ്. എങ്കിലും വ്യക്തതയ്ക്കായി രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ് ഈ ഇത്രയും മോശമായ രീതിയിൽ റേപ്പ് ചെയ്യണം തന്നെ എന്നൊരാവശ്യം താങ്കളോട് വെച്ചത്? എന്തായിരുന്നു അതിനുള്ള സാഹചര്യം? എന്തായിരുന്നു താങ്കളുടെ പ്രതികരണം? അതിൽ കുറച്ച് നാളുകൾക്ക് മുന്നെയാണ് രാഹുലിനെ ഞാൻ തമ്മിൽ പരിചയത്തിലാണ്. അതിനുശേഷം ഒരു ചെറിയൊരു ഗ്യാപ്പിന് ശേഷം ഹലോ കേൾക്കാം പറഞ്ഞോളൂ. ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാണ് രാഹുല് എനിക്ക് മെസ്സേജ് അയക്കുന്നത്. മെസ്സേജ് അയച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ആൾക്ക് താല്പര്യമുണ്ട്, അത് ഇവിടെ വെച്ച് സാധിക്കില്ല, നമുക്ക് ഇവിടെ ബാംഗ്ലൂർ അല്ലെങ്കിൽ ഹൈദരാബാദിൽ പോയി റേപ്പ് ചെയ്യണമെന്നാണ്, നിന്നെ എനിക്ക് റേപ്പ് ചെയ്യണമെന്നാണ് രാഹുൽ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത്. കാരണം ഒരിക്കലും ഒരു സമൂഹത്തിന്റെ മുഖ്യധാരയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാൾ ഇങ്ങനെ പറയാൻ പാടില്ല. അയാളുടെ ഒരു ലൈംഗിക വൈകൃതം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ ഒരു ജനപ്രതിനിധിയാണ് അയാൾ, നമ്മളാ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അയാൾ നിയമസഭയിൽ നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് അയാളാണ് എന്നെ പോലുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് റേപ്പ് ചെയ്യണമെന്ന്. എത്ര തരം താന്ന രീതിയിലാണ് അത്, എത്ര ധൈര്യത്തോടെയാണ് ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഇത്തരത്തിൽ സംസാരിക്കണമെന്ന് എനിക്കറിയത്തില്ല. അതിനുള്ള ധൈര്യം രാഹുലിന്, ആ ഗഡ്സ് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയാം. ഇന്നലെ തന്നെ ആ യുവനടി വെളിപ്പെടുത്തിയതുപോലെ തന്നെ ഇയാൾ അയക്കുന്ന മെസ്സേജുകളെല്ലാം തന്നെ ഡിസപ്പയറിംഗ് ആയിട്ടുള്ള മെസ്സേജുകൾ. നമ്മൾ ആ മെസ്സേജ് ഒന്ന് കണ്ടാൽ അത് ഡിലീറ്റ് ആയി പോകും. അത്തരത്തിലുള്ള മെസ്സേജുകളാണ് അയാൾ അയക്കുന്നത്. അയാൾ ഇന്ന് രാവിലെ അയാൾ പത്രസമ്മേളനം നടത്തുന്ന കുറച്ച് തൊട്ട് മുന്നേ വരെ എന്നെ വിളിച്ച വ്യക്തിയാണ്. എനിക്ക് നല്ല കോളുകൾ, 3-4 കോളുകൾ വന്നിട്ടുണ്ട്. ഞാൻ തിരിച്ച് വിളിക്കാനായിട്ട് കുറച്ച് ലേറ്റായി. ഞാൻ തിരിച്ചു വിളിച്ച കാര്യം എന്താ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ഒരു പത്രസമ്മേളനം അത് കഴിഞ്ഞിട്ട് വിളിക്കാൻ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നീടാണ് ഞാൻ ന്യൂസ് ഒക്കെ നോക്കുമ്പോൾ ഇയാൾക്കെതിരെ നടക്കുന്ന ഇത്തരം ആരോപണങ്ങളൊക്കെ കാണുന്നത്. അപ്പൊ ഇയാൾ ചോദിക്കുന്നത് പരാതി എവിടെ, പരാതിക്കാരെയും ഇരകളാകപ്പെട്ട വ്യക്തികളെ ഇയാൾ അധിക്ഷേപിക്കുകയാണ് സമൂഹത്തിന്റെ മുന്നിൽ. ഒരു പരാതി പറഞ്ഞാൽ എന്റെ പേര് പറഞ്ഞില്ലോ, അയാളുടെ പേര് പറഞ്ഞില്ലല്ലോ എന്നുള്ള ആർഗ്യുമെന്റ്സ് ആണ് ഇയാൾ നടത്തുന്നത്. അങ്ങനെയല്ല, നമ്മൾ ഒരു പ്രശ്നമുണ്ട്, പരാതി നമുക്ക് പ്രശ്നമുണ്ട്, അത് സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന് ഇയാൾ ചെയ്ത് തെറ്റികളെ ന്യായീകരിക്കാനായിട്ട് പല വിധത്തിലുള്ള വഴികൾ ഇയാൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ആ രീതിയിൽ ന്യായീകരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് മാത്രമാണ് രാജി എന്നതാണ് പറഞ്ഞത്. അവന്തിക, നിങ്ങൾ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ സംസാരിക്കേണ്ട എന്തെങ്കിലും സാഹചര്യമോ സാധ്യതയോ ഉണ്ടായിരുന്നോ? എല്ലാവരും പറഞ്ഞത്, പരിചയപ്പെട്ട് ഒന്ന് അടുക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരം ആവശ്യങ്ങൾ, ലൈംഗിക ചേതനയുള്ള വർത്തമാനങ്ങൾ, ഇത്തരം സെക്ഷലി ആവശ്യമുണ്ട് എന്ന തരത്തിലുള്ള തുറന്നു പറച്ചിലുകളൊക്കെ ഉണ്ടെന്നാണ്. സമാനമായിരുന്നോ അവന്തികയോടുമുള്ള പെരുമാറ്റം? അതെ, ഞാൻ ഏകദേശം പരിചയപ്പെടുന്ന തൃക്കാക്കര ബൈ ഇലക്ഷൻ കഴിഞ്ഞ ശേഷമാണ് എന്റെ അടുത്ത് സംസാരിക്കാനൊക്കെ തുടങ്ങിയത്. അതിനുശേഷം ഉടനെ തന്നെ എവിടുന്നാണ് ഇങ്ങനെ ഒരു സാധാരണ വേറൊരാൾക്കും കിട്ടാത്ത ഒരു ഗഡ്സ് ആണ് രാഹുലിന് കിട്ടിയിരിക്കുന്നത്. എവിടുന്ന് കിട്ടി ഇത്തരത്തിൽ സംസാരിക്കാനുള്ള ഗഡ്സ് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരാളെ റേപ്പ് ചെയ്യണമെന്ന് ഒരു വ്യക്തിയുടെ അടുത്ത് ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന അയാൾക്കുള്ള ആ ഗഡ്സ്, അതും ഈ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയും ഇത്ര നിയമ സംവിധാനങ്ങളുമുള്ള നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരാൾക്ക് അയക്കുന്ന മെസ്സേജാണ് നിന്നെ എനിക്ക് റേപ്പ് ചെയ്യണം പോലെ ചെയ്യണമെന്ന്. അത് ശരിക്കും അയാൾ എന്തായിരുന്നു അവന്തികയുടെ പ്രതികരണം? എന്തായിരുന്നു അവന്തിക അതിനോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത്? ഞാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ മെസ്സേജ് തിരിച്ചൊന്നും അയച്ചിട്ടില്ല. കാരണം ഓക്കെ എന്ന് മാത്രമല്ലാതെ വേറെ ഒന്നും ഇയാളുടെ മെസ്സേജുകൾക്ക് ഓക്കെ ഇങ്ങനെ തമ്പ് മാത്രമേ ഞാൻ അയക്കാറുള്ളൂ. അല്ല വേറെ ഒന്നും തന്നെ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇയാൾ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, MLA ആണ്. എനിക്ക് സത്യം പറഞ്ഞാൽ അയാൾക്കെതിരെ പ്രതികരിക്കുമ്പോൾ നമ്മളെ മോശമായി ചിത്രീകരിക്കപ്പെട്ട് നമുക്ക് സൈബർ ആക്രമണങ്ങൾ ഉണ്ടാവും, നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, പലതരം അനുഭവങ്ങളും നേരിടേണ്ടി വരും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും നാളും പ്രതികരിക്കാതിരുന്നത്. എത്ര തവണ ഈ ആവശ്യം അവന്തികയോട് ഉന്നയിച്ചിട്ടുണ്ട്? എത്ര തവണ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ കാര്യം? പല തവണയായിട്ട് എന്റെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരിൽ കാണാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒഴിഞ്ഞു മാറുകയായിരുന്നു അവന്തിക? പല വിധേനയും ഞാൻ പല കാരണങ്ങളും ഒഴിഞ്ഞു മാറുകയായിരുന്നു. കാരണം എനിക്ക് ഭയമായിരുന്നു നാളെ എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് എന്നോർത്ത്.
നല്ല രീതിക്കുള്ള ഭയമുണ്ട്. ഇപ്പോഴും എനിക്ക് പ്രശ്നങ്ങളുണ്ട്. കാരണം മാനസികമായിട്ട് പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല ഇത് തുറന്നു പറഞ്ഞു കഴിയുമ്പോൾ എത്തരത്തിലാണ് എന്നെ ഇത് അഫക്ട് ചെയ്യാന്നുള്ള എനിക്കൊരു പ്രശ്നമുണ്ട്. എനിക്ക് നിയമപരമായ സംരക്ഷണം കിട്ടുമോ? മാത്രമല്ല എന്റെ ഈ ഇടങ്ങളിൽ, എന്റെ സൈബർ ഇടങ്ങളിൽ എന്നെ ആക്രമിക്കാനായിട്ട് നിൽക്കുന്ന ഒത്തിരി സൈബർ പോരാളികൾ ഇയാൾക്ക് തന്നെയുണ്ട്. തീർച്ചയായും ഇന്നലെ ഒരു തുറന്നു പറച്ചിൽ നടത്തിയ യുവതിയെ സമൂഹ മാധ്യമങ്ങളിൽ എങ്ങനെയാണ് ചിത്രീകരിക്കുന്നത് എന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ യുവതിയുടെ ധൈര്യമാണ് കൂടുതൽ തുറന്നു പറച്ചിലുകൾക്ക് വഴിവെച്ചത്. ഒരു പക്ഷേ അവന്തികയ്ക്കും ധൈര്യം പകർന്നത് ആ യുവതി തന്നെ ആയിരിക്കും. പക്ഷേ ആ യുവതിക്ക് സൈബർ ഇടങ്ങളിൽ എന്തൊക്കെ നേരിടേണ്ടി വരുന്നു എന്നത് ആ യുവതി തന്നെ, ആ നടി തന്നെ, റിനി തന്നെ ഇന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അവന്തിക അതിനോട് സഹകരിക്കാതിരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഭീഷണികൾ ഉണ്ടായിരുന്നോ, സമ്മർദ്ദം ഉണ്ടായിരുന്നോ, ഇതിന് വഴങ്ങിക്കൊടുക്കണമെന്ന സമ്മർദ്ദം ചെലുത്തിയിരുന്നോ? അങ്ങനത്തെ സമ്മർദ്ദമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കണ്ടിന്യൂസ്ലി നമുക്ക് മെസ്സേജ് അയച്ച് ഈ സെയിം കാര്യം തന്നെ റിപ്പീറ്റ്ലി മെസ്സേജ് അയച്ച് ഇറിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. പക്ഷെ അങ്ങനെ സമ്മർദ്ദമൊന്നും വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല. പക്ഷെ അതിന് തയ്യാറാകാത്തപ്പോ വീണ്ടും വീണ്ടും നമ്മൾ അതിലേക്ക് വലിച്ചെടുക്കാനുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ട്. അതും കേരളത്തിന് വെളിയിലാണ് ഇയാൾ ആവശ്യപ്പെടുന്ന, പല രീതിക്കും വരാൻ ആവശ്യപ്പെടുന്നത് കേരളത്തിലെ വെളിയിലേക്കാണ്. മറ്റാരെങ്കിലും ഇപ്പോൾ ഈ തുറന്നു പറച്ചിൽ നടത്തുന്നവർ തന്നെ മറ്റു പലരുടെയും സമാന രീതിയിലുള്ള അനുഭവങ്ങൾ അറിയാമെന്ന് പറയുന്നുണ്ട്. അവന്തിക ഇത് ആരോടെങ്കിലും ഒക്കെ ഷെയർ ചെയ്തിരുന്നോ? മറ്റാരുടെയെങ്കിലും അനുഭവങ്ങൾ അവന്തികയ്ക്ക് അറിയാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? കോൺഗ്രസിൽ തന്നെ ഇവരുടെ തന്നെ പോഷക സംഘടനയായിട്ടുള്ള ചില സംഘടനകളിലെ നേതാക്കന്മാരെടുത്ത് ഞാൻ ഇത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇന്ന് രാവിലെയാണ് ഞാൻ പാലക്കാട് BJPയുടെ ജില്ലാ അധ്യക്ഷനുമായിട്ട് ബന്ധപ്പെടുന്നതും ഞാൻ ഇന്ന് സംസാരിക്കുന്നതും. ഞാൻ ഈ പ്രശ്നം സംസാരിച്ചു. അപ്പൊ ചേട്ടൻ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങളെല്ലാം കൂടിയുണ്ട്, ധൈര്യമായിട്ടിരിക്കൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോ ഈ തുറന്നു പറച്ചിൽ നടത്തിയത്. അവന്തിക ഏതൊക്കെ കോൺഗ്രസ് നേതാക്കളോട് ഈ കാര്യം ചൂണ്ടിക്കാട്ടി? അവരുടെ റെസ്പോൺസ് എന്തായിരുന്നു ഇതിൽ? എനിക്ക് സപ്പോർട്ട് തന്നത് ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് എന്ന് പറഞ്ഞ സംഘടനയുടെ, അതായത് കോൺഗ്രസ് സംഘടന തന്നെ പോഷക സംഘടനയായിട്ട് ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് എന്ന് പറഞ്ഞ സംഘടന, അതിലെ ചില നേതാക്കന്മാരാണ്. അവര് നല്ല രീതിക്ക് തന്നെ സപ്പോർട്ട് ചെയ്ത് എന്ത് വന്നാലും കൂടെയുണ്ട്. കാരണം തെറ്റ് ചെയ്തത് ആരാലും ശിക്ഷിക്കപ്പെടുന്നത് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഒരിക്കലും ഒരു സ്ത്രീ എടുത്തോ ഒരു ട്രാൻസ് വ്യക്തിയുടെ അടുത്തോ ആരെടുത്തും ഇത്രയും വൈകൃതമായി, ലൈംഗിക വൈകൃതമായി സംസാരിക്കാൻ പാടില്ലാത്തതാണ്. അതൊരു ജനപ്രതിനിധിയായാലും സാധാരണ ഒരു മനുഷ്യനായോ ആരും ഇങ്ങനെ സംസാരിക്കാൻ പാടില്ലാത്തതാണ്. ഒരുപക്ഷെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടാകേണ്ടുന്ന ആദ്യ തുറന്നു പറച്ചിൽ അവന്തികയുടേതായിരുന്നു. ആ കാര്യം ഡാൻ കുര്യൻ മനസ്സിലാക്കുകയും അവന്തികയെ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് അവന്തിക പിന്നോട്ട് പോയി. ആ സാഹചര്യം എന്തായിരുന്നു? ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദമോ ഭീഷണിയോ ഉണ്ടായിരുന്നോ? ഇല്ല, എനിക്ക് ആ റിപ്പോർട്ടർ അന്ന് വിളിച്ച സമയത്തും ഇത് തുറന്നു പറയാനുള്ള ഭയം എന്റെ ഉള്ളിലുണ്ടായിരുന്നു. കാരണം ഇത് തുറന്നു പറഞ്ഞാൽ നാളെ എന്തായിരിക്കും ഈ സൈബർ ഇടങ്ങളിലും, മാത്രമല്ല നേരിട്ടോ എന്നെ ആക്രമിക്കാനോ സൈബർ ബുള്ളിങ് ചെയ്യാനോ എന്താണ് അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് ഞാൻ പേടിച്ചിരുന്നു. പക്ഷെ ഇന്നലെ ആ യുവനടി പറഞ്ഞതിന് ശേഷമാണ് എനിക്ക് കുറച്ചെല്ലാം ധൈര്യം വന്നതും ഇന്ന് ഞാൻ ആ ജില്ലാ അധ്യക്ഷനുമായിട്ട് സംസാരിച്ച ശേഷമാണ് ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിലിന് എനിക്കൊരു വേദി ഒരുങ്ങിയത്. അവന്തിക തുറന്നു പറയുമോ, എന്തെങ്കിലും സമൂഹത്തോട് തുറന്നു പറയുമോ എന്നൊരു ഭയം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അല്ലെ? ഉണ്ടായിരുന്നു. കാരണം ആ റിപ്പോർട്ടർ വിളിച്ച അന്ന് തന്നെ എന്നെ ഒന്ന് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതെങ്ങനെ അറിഞ്ഞു എന്നെ റിപ്പോർട്ടർ വിളിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. അയാൾ എങ്ങനെ അറിഞ്ഞു എന്ന് എനിക്കറിയില്ല. മാത്രമല്ല ഇന്ന് രാവിലെയും എന്നെ നിരന്തരമായി കോളുകൾ ചെയ്തിട്ടുണ്ട്. എന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കാം എന്നെ കോൾ ചെയ്തേക്കുന്നത്. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിലുമായി സംസാരിച്ചു എന്ന് പറഞ്ഞല്ലോ. ഇന്ന് വാർത്താ സമ്മേളനത്തിന് ശേഷമാണോ മുൻപാണോ സംസാരിച്ചത്? എന്താണ് പറഞ്ഞത്? മുൻപാണ് ഞാൻ സംസാരിച്ചത്. അപ്പൊ പറഞ്ഞു ഞാൻ വാർത്താ സമ്മേളനത്തിന് പോവാണ്, ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം വിളിക്കാൻ തോറും പിന്നെ വിളിച്ചിട്ടില്ല. ഒരു പക്ഷേ ഒരു തുറന്നു പറച്ചിലും ഉണ്ടാകരുത് എന്ന് അഭ്യർത്ഥിക്കാനാണ് എന്നാണോ കരുതുന്നത്? ആയിരിക്കും. കാരണം ഒരു കോൾ എടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ തിരക്കിലാന്ന് വിചാരിച്ചിട്ട് വിളിക്കാതിരിക്കുന്നതാണ് എന്റെ പല സുഹൃത്തുക്കളും. ഇയാള് നിരന്തരമായിട്ട് കോൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഐ വാണ്ട് ടു ടോക്ക് ടു യു എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവന്തിക, അപ്പോ ഈ അവന്തിക തുറന്നു പറയും എന്ന ഭയം ഉണ്ടായിരുന്നു എന്നത് 2-3 തവണയായി വിളിയും ഇടപെടലും ഉള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലാകും. ഏതെങ്കിലും ഘട്ടത്തിൽ അങ്ങനെയൊന്നും തുറന്നു പറയരുത് എന്നൊരാവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നോ? ആ റിപ്പോർട്ടർ വിളിച്ച ആ സമയത്ത്, എന്നെ വിളിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെയും പലരും വിളിക്കാൻ സാധ്യതയുണ്ട്, ഒന്നും സംസാരിക്കേണ്ട, എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് കട്ട് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്.
ഓക്കെ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ രീതിയിൽ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. അത് താങ്കൾക്കുണ്ടാക്കിയ വലിയ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് ചിലരോടൊക്കെ താങ്കൾ തുറന്നു പറഞ്ഞു. അതിനുശേഷം ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു. പിന്നീട് തുറന്നു പറയരുത് എന്നാവശ്യപ്പെട്ടുള്ള ഭീഷണി. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ താങ്കൾക്ക് ഭയമുണ്ടോ? നിയമപരമായ ഒരു പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നുണ്ടോ? ഇനി എങ്ങനെ മുന്നോട്ട് പോകാനാണ് അവന്തിക ഉദ്ദേശിക്കുന്നത്? എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയമുണ്ട്. കാരണം അയാള് സമൂഹത്തിൽ നല്ല വിലയുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇത് ഇപ്പൊ ഈ ന്യൂസെല്ലാം വന്നതോടെ അയാളുടെ വില എല്ലാവർക്കും തന്നെ മനസ്സിലായി. പക്ഷെ എന്നാലും അയാളുടെ ഭാഗത്തുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ, മീൻസ് എന്നെ ആക്രമിക്കാനോ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആക്രമിക്കാനോ നേരിട്ട് ആക്രമിക്കാനോ അയാൾ മുൻകൈ എടുക്കുമോ എന്നുള്ള ഒരു ഭയം എനിക്കുണ്ട്. അതുകൊണ്ട് ബന്ധപ്പെട്ട എന്നെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളോട് കൂടി ആലോചിച്ചതിന് ശേഷം വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കണമെങ്കിൽ അത് സ്വീകരിക്കാം. പക്ഷെ എന്റെ കയ്യിൽ ഇയാളുടെ ഡിസപ്പയർ മെസ്സേജ് ആയതുകൊണ്ട് ഒരു മെസ്സേജ് തന്നെ ഇല്ല. കാരണം ഇയാൾ അയക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലും ഇതിലുമാണ്, ടെലഗ്രാമിലാണ്. ടെലഗ്രാമിന്റെ പോളിസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെസ്സേജ് ഒന്ന് വന്നതിന് ശേഷം അപ്പൊ തന്നെ അത് കണ്ടതിന് ശേഷം അപ്പോൾ തന്നെ അത് ഡിലീറ്റ് ആയി പോകും ആ മെസ്സേജ്. അങ്ങനെ അയക്കുന്ന മെസ്സേജുകൾ ഇയാള് അതുകൊണ്ടാണ് ഇയാള് വെല്ലുവിളിക്കുന്നത്, തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരും. പല യുവതികളും ആരോപണം മാത്രമല്ല, തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ആ ധൈര്യത്തിന്റെ പുറത്താണ്. ഇയാൾ അയക്കുന്ന മെസ്സേജ് പിന്നീട് കാണാൻ സാധിക്കില്ല. അപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാനും പറ്റില്ലാത്ത ഒരു പ്രൈവസിയിലാണ് ഇയാൾ അയക്കുന്നത്. തീർച്ചയായും ഇപ്പോൾ വാട്സപ്പിലുള്ള സംഭാഷണത്തിന്റെ സ്ക്രീൻഷോട്ടുകൾ മാത്രമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അവന്തികയുടെ കയ്യിലും തെളിവായി അത് മാത്രമാണുള്ളത് അല്ലേ? ഇത്തരം മോശം സംഭാഷണങ്ങൾക്ക് എപ്പോഴും ടെലഗ്രാം ആണ് യൂസ് ചെയ്യുന്നത്. അതെ, ടെലഗ്രാം ആണ് യൂസ് ചെയ്യുന്നത്. ടെലഗ്രാമിന്റെ പ്രൈവസി അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. മെസ്സേജ് അയച്ചതിന് ശേഷം ആ മെസ്സേജ് നമുക്ക് പിന്നീട് റീഡ് ചെയ്യാൻ പറ്റില്ല. ഒന്ന് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പോവുകയാണുള്ളത്. അപ്പോ വേണമെങ്കിൽ നിയമ നടപടികൾക്ക് തയ്യാറാണ് അവന്തിക? അതെ, തീർച്ചയായിട്ടും തയ്യാറാണ്. അയാൾ കിടന്ന് വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. സൈബർ സെല്ലിന്റെ എന്ത് സംവിധാനം തിരിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ തിരിച്ചെടുത്താൽ ഞാനും അയാളെ വെല്ലുവിളിക്കാണ്. നിങ്ങൾ എന്റെ അടുക്കൽ അങ്ങനത്തെ ഒരു സംസാരിച്ചിട്ടില്ലാന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും, നിങ്ങളും തെളിയിക്കട്ടെ എന്ന് ഞാൻ അയാളെ വെല്ലുവിളിക്കുകയാണ്. കാരണം അയാൾ അത്തരത്തിൽ റേപ്പ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതിന് അത് എന്റെ അടുത്താണ്, അതിനുള്ള തെളിവും ഞാൻ തന്നെയാണ്. സമൂഹ മാധ്യമത്തിൽ ഉയരുന്ന പരാതിക്കൊക്കെ കേസ് കൊടുക്കാൻ പോയാൽ തനിക്ക് അതിനു മാത്രമേ സമയമുണ്ടാകൂ എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. തനിക്ക് അതിന് മാത്രമേ സമയമുണ്ടാകൂ, അതുകൊണ്ട് ഞാനിപ്പോൾ സമൂഹ മാധ്യമത്തിൽ വരുന്ന പരാതികളിൽ ഒന്നും മറുപടി പറയാറില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ കേൾക്കണം, അവന്തിക വെല്ലുവിളിക്കുന്നു. തന്നോട് ഇത് പറഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കാൻ അവന്തിക എന്ന യുവതി വെല്ലുവിളിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. തന്നെ റേപ്പ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ഒരു ലൈംഗിക രോഗി സംസാരിക്കും പോലെ, സെക്ഷലി പെർവേർട്ടഡ് ആയിട്ടുള്ള ഒരാൾ സംസാരിക്കും പോലെ സംസാരിച്ചു എന്നാണ് അവന്തിക തുറന്നു പറഞ്ഞിട്ടുള്ളത്. അത് തെളിയിക്കാനുള്ള എല്ലാ വെല്ലുവിളിയും ഏറ്റെടുക്കാൻ അവന്തിക തയ്യാറാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആ വെല്ലുവിളി ഏറ്റെടുക്കുമോ എന്നതാണ് ന്യൂസ് 18 അറിയേണ്ടത്. അവന്തിക, മറ്റൊരു കാര്യം, ഇവിടെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനമാണ് നടി റിനിയുടെ തുറന്നു പറച്ചിലിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടി വന്നിരിക്കുന്നത്. മറ്റ് പല വെളിപ്പെടുത്തലുകളും സ്ക്രീൻഷോട്ടുകളും ശബ്ദ സന്ദേശങ്ങളും ഒക്കെ നമ്മൾ കേട്ടതാണ്. ആ ഒരു രാജിയിൽ തീരുമോ കാര്യങ്ങൾ? അതാണോ അയാളുടെ ധാർമ്മികത? അതോ MLA സ്ഥാനത്ത് നിന്നുകൂടി രാജിവെക്കണമെന്നൊരു ആവശ്യം അവന്തികയ്ക്കുണ്ടോ? എങ്ങനെ അയാൾക്ക് സാധിക്കും ഇനി ഒരു MLA ആയിട്ട് തുടരാൻ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഒരു റേപ്പിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ജനങ്ങളെ സേവിക്കാനാകില്ല. അയാളുടെ ധാർമ്മികത അനുസരിച്ച് അയാളുടെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനം, MLA സ്ഥാനം രാജിവെച്ച് പുറത്തു പോവുക എന്ന് മാത്രമേ എനിക്കും പറയാനുള്ളൂ. ഇവിടുത്തെ നാട്ടിലെ യുവതികൾക്കൊക്കെ ജീവിക്കണം, അവർക്ക് സംരക്ഷണം വേണം, അവർക്ക് സ്വൈര്യത്തോടെ ജീവിക്കാനുള്ള ഒരു വഴി നമ്മൾ ഒരുക്കി കൊടുക്കണം. അതിന് ഈ ജനപ്രതിനിധി ഇത്തരത്തിൽ സംസാരിക്കുന്ന, അതും ഇത്ര ലൈംഗിക വൈകൃതമായി സംസാരിക്കുന്ന ഒരു വ്യക്തി ഒരു MLA ആയി തുടരാൻ യോഗ്യത ഇല്ല. അയാൾ രാജിവെക്കുക തന്നെ വേണം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രാജിവെക്കണം എന്നതാണ് അവന്തിക ആവശ്യപ്പെടുന്നത്. പാലക്കാടുകാർക്കാണ് തെറ്റുപറ്റിയിരിക്കുന്നത് എന്നത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. ആ ജനങ്ങൾ തിരിച്ചറിയണം. ഇപ്പോൾ അവന്തികയ്ക്ക് പറയാനുള്ളത് പാലക്കാട്ടെ ജനങ്ങളും കേൾക്കുന്നുണ്ട്, കോൺഗ്രസ് നേതാക്കളും കേൾക്കുന്നുണ്ട് എന്നതാണ് ന്യൂസ് 18 മനസ്സിലാക്കുന്നത്. അവന്തിക തുടരുക. ഇപ്പോൾ നമുക്കൊപ്പം ഒരു
അരുണിമ കൂടി ചേരുകയാണ്. ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് സംസ്ഥാന രക്ഷാധികാരിയാണ് അരുണിമ. അവന്തിക തുറന്നു പറഞ്ഞത് അരുണിമ